ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് കത്തുകളും ആശംസാ കാർഡുകളും തയ്യാറാക്കാൻ സാധിക്കുന്നത്? ഉത്തരം ലിബറെ ഓഫീസ് റൈറ്റർ. ലിബറെ ഓഫീസ് ഇംപ്രസിൽ സ്ലൈഡുകൾ ഫുൾ സ്ക്രീനായി പ്രദർശിപ്പിക്കുന്നതിനുള്ള ശരിയായ സ്റ്റെപ്പ് താഴെ നൽകിയതിൽ ഏതാണ്? ഓപ്ഷൻസ് ടീച്ചർ വായിക്കണില്ല കേട്ടോ. നിങ്ങൾ ഓപ്ഷൻസ് ഉള്ളത് കറക്റ്റായിട്ട് നോക്കി വായിച്ച് ഏതാന്ന് കണ്ടെത്താൻ ശ്രമിക്കണം കേട്ടോ. ഉത്തരം സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സൈഡ്. ലിബറെ ഓഫീസ് ഇംപ്രസിൽ സ്ലൈഡുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ഉത്തരം F5. താഴെ നൽകിയിരിക്കുന്നതിൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻ കറക്റ്റായി നോക്കൂ. ഇതിലേതാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ലാത്തത്? ഉത്തരം കിട്ടിയോ? ഉത്തരം ഓപ്ഷൻ എ കാലിഗ്രാഫ് സ്റ്റേജ് എന്നത് സ്പ്രെഡ്ഷീറ്റിൻ്റെ സോഫ്റ്റ്വെയർ അല്ല. ബാക്കി രണ്ട് ഓപ്ഷനുകളും, അതായത് ന്യൂമറിക്കും മൈക്രോസോഫ്റ്റ് എക്സലും എന്തിൻ്റെ സോഫ്റ്റ്വെയർ ആണ്? സ്പ്രെഡ്ഷീറ്റിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. ലിബറെ ഓഫീസ് റൈറ്ററിൽ തെറ്റിപ്പോയ അക്ഷരത്തിന് പിന്നിലാണ് കേഴ്സറെങ്കിൽ കീബോർഡിലെ ഏത് കീ ഉപയോഗിച്ചാണ് മായ്ക്കുന്നത്? ഉത്തരം ഡിലീറ്റ് കീ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലിബറെ ഓഫീസ് ഡ്രോയിൽ തയ്യാറാക്കിയ ഫയൽ ഏതാണ്? ഉത്തരം kerala.odg. ആകാശക്കാഴ്ചകൾ കാണാനും മനസ്സിലാക്കാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം സ്റ്റെല്ലേറിയം. ISRO വികസിപ്പിച്ച ജോഗ്രഫിക്കൽ പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം ഭുവൻ. സ്ലൈഡ് പ്രസൻറ്റേഷന് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്? ഉത്തരം ലിബറെ ഓഫീസ് ഇംപ്രസ്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ IT അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ കമ്പനി ഏതാണ്? ഉത്തരം കൈറ്റ്. കൈറ്റ് രൂപീകരിച്ച വർഷം എന്നാണ്? ഉത്തരം 2001. കൈറ്റിൻ്റെ പൂർണ്ണനാമം എന്താണ്? ഉത്തരം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. IT അറ്റ് സ്കൂൾ പ്രൊജക്റ്റിൻ്റെ പുതിയ രൂപം? ഉത്തരം കൈറ്റ്. പ്രധാനമായും ഇൻ്റർനെറ്റിലൂടെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ നാണയം ഏതാണ്? ഉത്തരം ബിറ്റ്കോയിൻ. സിഡാക് പുറത്തിറക്കുന്ന ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കൂ. ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഉത്തരം ഡെബിയൻ. നിയമപരമായി പങ്കുവയ്ക്കാവുന്ന സർഗാത്മക രചനകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുവാനായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ക്രിയേറ്റീവ് കോമൺസ്. ഔട്ട്പുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങൾ? ഉത്തരം മോണിറ്റർ, പ്രിൻ്റർ, സ്പീക്കർ, പ്രൊജക്ടർ എന്നിവ ഔട്ട്പുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്.
ഇൻപുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങൾ. ഉത്തരം കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, സ്കാനർ, മൈക്രോഫോൺ, ട്രാക്ക് ബോൾ തുടങ്ങിയവ. താഴെ നൽകിയിരിക്കുന്നവയിൽ ഡോക്യുമെൻ്റ് ഫൗണ്ടേഷൻ്റെ ലോഗോ ഏതാണ്? ഇവിടെ 4 ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡോക്യുമെൻ്റ് ഫൗണ്ടേഷൻ്റെ ലോഗോ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി നോക്കൂ. ഉത്തരം ലിബറെ ഓഫീസിൻ്റെ ലോഗോ ആയിട്ടുള്ള ഏതാണ്? സിയിലുള്ള ലോഗോ നോക്കൂ, അതാണ് ഡോക്യുമെൻ്റ് ഫൗണ്ടേഷൻ്റെ ലോഗോ. ഏത് കീ ഉപയോഗിച്ചാണ് തെറ്റിയ അക്ഷരങ്ങൾ മായ്ക്കുന്നത്? ഉത്തരം ഡിലീറ്റ് കീ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ടൂൾ ഉപയോഗിച്ചാണ് ജിയോജിബ്രയിൽ കോണളവ് രേഖപ്പെടുത്തുന്നത്? 4 ടൂളുണ്ട്. ഇതിൽ ഏത് ടൂളാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? അതെ, കോണിൻ്റെ ചിഹ്നത്തോടു കൂടി ഒരു ടൂൾ കണ്ടോ? അതാണ് കോണളവ് കണ്ടുപിടിക്കാൻ ജിയോജിബ്രയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഓഫ്ലൈനിൽ കമ്പ്യൂട്ടറിൽ ഭൂമിശാസ്ത്ര വിവരങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം മാർബിൾ. മാർബിൾ സോഫ്റ്റ്വെയറിൻ്റെ ലോഗോ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ചിലപ്പോൾ നമുക്ക് ഈ ലോഗോ ചോദിച്ചിട്ട് ഇത് ഏത് സോഫ്റ്റ്വെയർ ആണെന്ന് ചോദിക്കാനും സാധ്യതയുണ്ട്. ഓൺലൈനിൽ കമ്പ്യൂട്ടറിൽ ഭൂമിശാസ്ത്ര വിവരങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതെല്ലാം? 4 സോഫ്റ്റ്വെയർ ഉണ്ട്. അത് 4 പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ എർത്ത്, ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, ഭുവൻ. ഏതൊക്കെയാണ്? ഗൂഗിൾ മാപ്പ് അതെല്ലാവർക്കും അറിയണതല്ലേ ഗൂഗിൾ മാപ്പ്. പിന്നെ ഗൂഗിൾ എർത്ത്, ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, ഭുവൻ. വെബ് പേജുകൾ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി അഥവാ തിരയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾക്ക് പറയുന്ന പൊതുവായ പേര് എന്താണ്? ഉത്തരം വെബ് ബ്രൗസറുകൾ. ഇതിൽ 6 വെബ് ബ്രൗസറുകളുടെ ചിത്രമുണ്ട്. ചിലപ്പോൾ ചോദ്യം അങ്ങനെയും വരാം, ഇത് ഏത് വെബ് ബ്രൗസറാണ്, ഇതിൻ്റെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ 6 വെബ് ബ്രൗസറുകളും നിങ്ങൾ നന്നായി പഠിച്ചു വെച്ചോളൂ. ഓക്കെ. അതിൽ ഒന്നാമത്തത് ഏതാണ്? മോസില്ല ഫയർഫോക്സ്. രണ്ടാമത്തതോ? ഗൂഗിൾ ക്രോം. മൂന്നാമത്തതോ? മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. എന്നുള്ള കാണുമ്പോൾ എക്സ്പ്ലോറർ എന്ന് ഓർത്താൽ മതി. നാലാമത്തേത് ആപ്പിൾ സഫാരി എന്ന് പഠിച്ചാലും മതി. പിന്നെ 5ാമത്തേത് ഒപ്പേര. 6ാമത്തേത് ഏതാണ്? മൈക്രോസോഫ്റ്റ് എഡ്ജ്. അപ്പോൾ ഈ 6 എണ്ണം പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ചിത്രത്തിൽ കാണുന്ന ലോഗോ ഏത് സോഫ്റ്റ്വെയറിൻ്റേതാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബായ്.